ശരിക്കും കഥച്ചു. എന്റെ അമ്മ നിന്നൂലത്ത് ഞാൻ സ്ലിപ്പർ ഇട്ടിട്ട് വന്നു. അവിടെ എത്തിയിട്ടുള്ളൂ. റെഡി 1 2 3 സ്റ്റാർട്ട്. അതാരാ അങ്ങനെ ഒരു കോയി വിട്ടത്? മുടിയില്ല തമ്പി. മുടിയില്ല തമ്പി. ഹേ ഗായ്സ്, ഇന്ന് നമ്മൾ ഒരു വാട്ടർഫോൾസ് കാണാൻ വേണ്ടി പോവാണ്. അതിന്റെ പേര് പഞ്ചമറി അല്ലെങ്കിൽ പഞ്ചമറിന്നോ അല്ലെങ്കിൽ പഞ്ചമണിന്നോ അങ്ങനെ എന്തോ ആണ്, കൃത്യമായിട്ട് അറിയില്ല. സോ അപ്പൊ നമ്മൾ ഗൂഗിളിലൊക്കെ നോക്കിയിട്ട് പോവാണ്. പകുതി വഴി എത്തിയിട്ടാണ് ഇൻട്രോ എടുക്കുന്നത്. രാവിലെ ഇറങ്ങുന്ന സമയത്ത് അതിനുള്ള സമയം കിട്ടിയില്ല ഗൈസ്. ഇപ്പൊ നമ്മൾ ഉള്ളത് സ്ഥലം. അപ്പം ഇതേത് സ്ഥലം എന്നൊന്നും ഞങ്ങൾക്കറിയില്ല. പോണ വഴിക്ക് ഒരു റെസ്റ്റോറൻറ്റ് കണ്ടപ്പോൾ നിർത്തിയതാട്ടോ, ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇനി ചിലപ്പോൾ പോകുമ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ പേരറിയില്ല. ഈ കടയുടെ പേര് നാനാ ജീക്ക ദാബ എന്നാണ്. അപ്പോൾ ആ ഒരു ദാബയിലാണ് ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോയത്. അപ്പം ഞങ്ങൾ വരുമ്പോൾ ചെറിയൊരു മഴച്ചാറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ആകെ പേടിച്ചു, പെട്ട് പോവോ, ഫുൾ മഴയാവോ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അങ്ങനെ വലിയ മഴയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പൊതുവെ മഴയാണ്, ഓൾമോസ്റ്റ് ഇപ്പോൾ എല്ലാവരുടെയും നല്ല മഴയാണ്. പിന്നെ ഇല്ലേ, ഈ റെസ്റ്റോറൻറ്റിൻ്റെ ടേബിളിൽ കണ്ടോ വലിയൊരു പൂച്ചട്ടി. സാധാരണ നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ ഒരു ചെറിയ മണി പ്ലാന്റ് ഒക്കെ ഇല്ലേക്ക്, പക്ഷെ ഇവർ വലിയൊരു പൂച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത് ഗൈസ്. ഇതൊരു പക്ക വെജിറ്റേറിയൻ ധാബ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു അടിപൊളി വെജ് താലി തന്നെ ഓർഡർ ചെയ്തു കേട്ടോ. ഈ വെജ് താലി ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള കുറേ അവരുടെ ഒരു ദേശി കറി നമുക്ക് താലി കഴിക്കുന്നത് എങ്ങനെയുണ്ട് പറയാം. Did you say goodbye, knowing damn well everybody gon' die someday? Did you waste my time, knowing damn well we can press rewind? One day I'll be everything you ever wanted. Until then I'll be out here fighting like it's nothing. Through the cold dark winter, it's feeling like a cold dark winter and the sun still behind. ഇവിടെ ഒരാൾ നാരങ്ങ എക്സ്പ്രഷൻ ഇടാതെ കഴിക്കുമെന്ന് ചലഞ്ച് ഏറ്റെടുത്തിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ബിജോ സാർ ഇതാ എക്സ്പ്രഷൻ ഇടാതെ നാരങ്ങ കഴിച്ചതിൻ്റെ ചലഞ്ച് ഇവിടെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. പക്ഷേ ഇപ്പുറത്തെ ഒരാൾ അതിനും വെച്ചിട്ട് നല്ല എക്സ്പ്രഷൻ ഇടുന്നുണ്ടായിരുന്നു കേട്ടോ. നിനക്ക് വെജ് താലി ഇഷ്ടമായാ? നല്ല ഇഷ്ടമായാ? എന്തൊക്കെ ഉണ്ടായിരുന്നു അതില്? ഇഷ്ടമായാ? കഴിച്ചാ? അത് നിർത്തിയാ? ഈ കാണുന്നത് ഒരു ഡാമാട്ടോ. ഡാമിൻ്റെ ബ്രിഡ്ജിൻ്റെ ഒരു സൈഡാണ്. ഈ സൈഡിൽ കാണുന്ന ഫുള്ളും കല്ലുകളാട്ടോ. വീഡിയോയിൽ എത്രമാത്രം ക്ലിയർ ആവുന്നുണ്ടെന്ന് അറിയില്ല. പക്ഷെ അത് കാണുമ്പോൾ നമുക്ക് എന്താ പറയുക, കാണുമ്പോൾ ഒരു പേടിയോ അങ്ങനെ ഉരുത്തി വരുന്ന പോലെ ഉണ്ടാവും. അപ്പം നമ്മുടെ ചോട്ട പഞ്ചമടി എന്ന ഫേമസ് ആയിട്ടുള്ള ഒരു വാട്ടർഫോളിൻ്റെ അടുത്തെത്താറായിട്ടുണ്ട്. ആ പോണ വഴി ഏകദേശം ഇതുപോലെ പ്രകൃതി മനോഹരമായ കുറച്ച് വഴിയാണ്, കാടും മേടൊക്കെ ആയിട്ടുള്ളത്. കുറേ കുരങ്ങന്മാരൊക്കെ ഇങ്ങനെ സൈഡിലിരിക്കുന്നുണ്ട് കേട്ടോ. കൂടാതെ അവിടെ കുറേ ആൾക്കാർ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മേലെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു എന്താ പറയുക, ഫുള്ളും കല്ലും കട്ടയും കാര്യങ്ങളും അങ്ങനത്തെ ഒരു ഏരിയ കേട്ടോ. കുറച്ചൊരു റൂറൽ ആയിട്ടുള്ള ഏരിയ ആണ്. അങ്ങനെ കുറച്ച് ഉള്ളിലേക്ക് വരണം.
ഇനി ഞാൻ പറയാൻ പോണത് കുറച്ച് സങ്കടകരമായ വാർത്തയാണ് കേട്ടോ. വേറൊന്നുമല്ല, ഇതാ കാണുന്ന ആൾക്കൂട്ടം കണ്ടില്ലേ, അവരിനെ ഒന്ന് നോക്കി വെച്ചോളൂ. അതന്നെ ആ കാണുന്നത്, അത് വേറൊന്നുമല്ല, വാട്ടർഫോൾസ് ബന്ധാണ് ഗൈസ്, ബന്ദ്. വാട്ടർഫോൾസിലെ വെള്ളത്തിൻ്റെ ശക്തി കൂടിയത് കൊണ്ട് ആരെയും കടത്തി വിടുന്നില്ല. ഈ കാണുന്ന പിള്ളേരെയൊക്കെ തല്ലി ഓടിച്ചു വിട്ടു. ഞങ്ങളെയും കൂട്ടത്തിൽ കുറേ അങ്ങോട്ട് കടക്കാൻ നോക്കിയത് കൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു വിട്ടു. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. എന്താണ് ഞങ്ങൾ മാത്രം പോണോടെ ഈ ക്ലോസ്ഡ് എന്ന് കാണിക്കുന്നത് ഞങ്ങൾക്കറിയില്ല ഗൈസ്. അയ്യോ, ഞങ്ങൾ ഒരുപാട് ആഗ്രഹത്തോടെ വന്നതാണ്. ഓക്കെ, പക്ഷെ തളരിലെ രാമൻകുട്ടി എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ വാട്ടർഫോൾസ് ഓക്കെ വേണ്ടെങ്കിൽ വേണ്ട എന്ന് വെച്ച് അതിൻ്റെ തൊട്ടടുത്ത് ചെറിയൊരു അരുവിയോ തടാകോ എന്തോ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ അവിടെ നോക്കിയപ്പോണ്ട് ഇഷ്ടം പോലെ ആൾക്കാർ കേട്ടോ, നിറയെ ആൾക്കാരുണ്ട് കേട്ടോ. ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന്, പക്ഷെ നോക്കുമ്പോൾ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ. ഒരു അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ഫുള്ളും എന്താ പറയുക, പാറ അങ്ങനത്തെ കല്ല് കാര്യങ്ങളൊക്കെ. സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ ഇപ്പൊ താഴെ കിടക്കും. മെല്ലെ മെല്ലെ. അപ്പോൾ ഞങ്ങൾ മെല്ലെ മെല്ലെ താഴോട്ട് ഇറങ്ങാനുള്ള ഒരു പ്ലാനിലാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. വലിയ വലിയ പാറകളാണ് കേട്ടോ. ചെറുതും വലുതൊക്കെ ഉണ്ട്, എന്നാലും കൂടുതലും വലിയ വലിയ പാറക്കല്ലുകളാണ് കേട്ടോ. അത് എങ്ങനെ ഇറങ്ങുന്നൊരു പിടുത്തുണ്ടായിരുന്നില്ല. ഫുള്ള് നമുക്ക് ചുറ്റും അങ്ങനെ മൊത്തം പാറകളാണ്. പക്ഷെ എല്ലാവരും താഴത്തോട്ട് ഇറങ്ങുന്നുണ്ട്. അവിടെ എന്തോ ചെറുതായിട്ട് കാണാണ്ട് എന്നാണ് പറഞ്ഞത്. പിന്നെ അത് മിസ്സാക്കണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇത് ഫുള്ളും ഹലോ ഗൈസ്, ഇതൊരു 1.5 അഡ്വഞ്ചർ ആക്ടിവിറ്റി ആയിപ്പോയി. ഈ കല്ലിൻ്റെ ഇടയിൽ കൂടെ വേണം നമ്മൾ ഇനി അങ്ങോട്ട് താഴത്തോട്ട് ഇറങ്ങാൻ. അമ്മ കൈ പിടിക്കേ. അല്ല, എങ്ങനെയുണ്ട് ആക്ടിവിറ്റി, അഡ്വഞ്ചർ ആക്ടിവിറ്റി? എന്റെ അമ്മ, ഇത്രയും ഇറങ്ങണ്ടോ? അയ്യോ, അങ്ങോട്ട് നിക്ക്, കഥക്കുന്നു മനുഷ്യൻ. പിടിക്ക്. ഇവിടേക്ക് മൊത്തം വെള്ളം വരുമോ? ഇവിടേക്ക് മൊത്തം വെള്ളം വരുന്നു. എന്റെ പൊന്ന കഥച്ചു. ഇതല്ല, ഇതിലപ്പുറം आदिवासी है ना, तेरी कान में भाला भेड़ गया था ना वहाँ मैंने. ശരിക്കും കഥച്ചു. എന്റെ അമ്മ, നിന്നൂലത്ത് ഞാൻ സ്ലിപ്പർ ഇട്ടിട്ട് വന്നു. അവിടെ എത്തിയിട്ടുള്ളൂ. അയ്യോ, എന്താണ് ആടുജീവിതം സിനിമയിലെ പോലെ നടന്ന് കുറച്ച് വെള്ളം കണ്ടിട്ടുണ്ട്. അപ്പം ഞങ്ങൾ നടന്നൊരു കുഞ്ഞി കുളത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് കാണാനാണ് ഇത്രയും തിരക്ക് എന്ന് ഞാൻ അങ്ങനെ അതിശയിച്ചു പോയി. കാരണം എന്ത് പറയാൻ, എത്രത്തോളം താഴെ വന്നിട്ടാന്ന് പറയാം കുറച്ച് ഇങ്ങനെ വെള്ളം കണ്ടത്. പക്ഷെ രസമുണ്ടായിരുന്നു കേട്ടോ. ഒരു എന്താ പറയുക, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആ പാറയിലേക്കൂടെ നടന്ന് വന്ന് ഇങ്ങനെ കുറച്ച് കുളമൊക്കെ കണ്ട് അവിടെ ഇങ്ങനെ രസമായിരുന്നു ഇരിക്കാനൊക്കെ. വന്നെത്തിയപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങനെ അവിടെ ഇരുന്നപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. പിന്നെ ഞാനൊരു മണ്ടത്തരം ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ അവിടെ ഒരു ചെറിയ കുളം കണ്ടപ്പോൾ ഞാൻ അവിടെ തന്നെ സ്റ്റക്കായി. അതിൻ്റെ തൊട്ടപ്പുറത്ത് അത്യാവശ്യം വലിയൊരു എന്താ പറയുക കുളവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പുറത്ത് നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണുന്നില്ല, കുറേ പയ്യന്മാരൊക്കെ അവിടെ നിൽക്കുന്നത്. ആ ഭാഗത്ത് നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എന്താണെന്നറിയില്ല, ഞാൻ അവിടെ സ്റ്റക്കായിപ്പോയി. അത് കാരണം എനിക്ക് അപ്പുറത്ത് ആ വീഡിയോ പോയി എടുക്കാനുള്ളൊരു എന്താ പറയുക തോട്ടേ എനിക്ക് വന്നില്ല. ഞാൻ അങ്ങനെ അവിടെ സ്റ്റക്കായിപ്പോയി. അതുതന്നെ എനിക്കത് വീഡിയോയിലൊന്നും നേരെ എടുക്കാൻ പറ്റിയില്ല. ഞാൻ ഈ കുളം കണ്ടു, കുറച്ച് വെള്ളവും കണ്ടപ്പോൾ അവിടെ അങ്ങനെ തന്നെ ഇരുന്നു. ഞാനിവിടെ സെറ്റിൽഡായി. ഒരു കല്ല് കിട്ടിയപ്പോൾ ഇവിടെ ഇരുന്നു. എന്താ, ഒരാളും കൂടി വന്നു.
എങ്ങനെയുണ്ട്? നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ വെള്ളത്തിന്, നല്ല രസമുണ്ട്, നല്ല തണുപ്പുണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നു, നല്ല പക്കയായിട്ട് നല്ല നല്ല ക്ലിയർ ആയിട്ട് കണ്ടായിരുന്നു താഴത്തെ കല്ലും കാര്യങ്ങളൊക്കെ. അത്രയും പക്കയായിട്ടൊരു ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. കുറേ പേര് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് അപ്പുറത്തെ ആ ഒരു മറ്റേ കുളത്തിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റാത്തതിൻ്റെ ഇപ്പം ആലോചിക്കുമ്പോൾ മണ്ടത്തരം പറ്റിയെന്ന് ഇങ്ങനെ തോന്നിപ്പോവാണ്. കാരണം എനിക്ക് എടുക്കാൻ പറ്റിയില്ല. വീഴണ്ട വീഴണ്ട ഷെൻസും എല്ലാം നോക്കിപ്പോ. Golden sunlight, I'm going with you and I will get to the other side. Sinking in, I know this feels right. Catching a breeze, love moving through me like a wave. ഇങ്ങോട്ട് തിരിച്ചപ്പോലാ കണ്ണിലൊക്കെ വെള്ളം. വെള്ളത്തിൽ ഇറങ്ങാ വേണ്ടാട്ടാ. അങ്ങനെ ഞങ്ങളുടെ കുറച്ച് നേരത്തെ അർമാദനത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും തിരിച്ച് മേലോട്ട് തന്നെ പോകാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. അതിന് മുമ്പായിട്ട് ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തോട്ടോ. ഫാമിലി ആയിട്ടും ഗ്രൂപ്പായിട്ടും എല്ലാവരും കുറേ ഫോട്ടോസൊക്കെ എടുത്തോട്ടോ. പക്ഷെ വാട്ടർഫോൾസ് ഓപ്പൺ ആണെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിരുന്നു. ഈ കാണുന്നത് വലിയ ഹൈറ്റുള്ളൊരു പാറ കേട്ടോ. പക്ഷേ ഇതിൻ്റെ മേലെ പിള്ളേർ വലിഞ്ഞ് കയറിയിട്ടുണ്ട്. എങ്ങനെ അവിടേക്ക് എത്തിയെന്ന് അറിയാൻ പറ്റില്ല. അവിടെ നിന്ന് വീണാലൊരു പൊടി പോലും കിട്ടില്ല. അമ്മാതിരി ഹൈറ്റാണ് അതിന്. കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും. പിന്നെ മഴയുള്ള കാരണം കുറച്ച് വഴുക്കലും കാര്യങ്ങളും ഉണ്ടായിരുന്നു. കണ്ടു. അതെങ്ങനെ വിളകത്ത കല്ല് വിളകണ കല്ലും കണ്ടറിയാം. അങ്ങനെ ഫൈനലി ഞങ്ങൾ എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി മേലേക്ക് കയറി. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇറങ്ങുന്നതിനെക്കാട്ടിൽ കുറച്ചും കൂടി ടഫായിരുന്നു മേലേക്ക് കയറാൻ വേണ്ടിയിട്ട്. ശബരിമലയിലെ പാട്ടൊക്കെ പാടിയിട്ടാണ് ടീമ ചേച്ചി കയറിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് വെള്ളം വേണം.
മഴ ചാറുന്നുണ്ട്. എനിക്ക് കഴുത്തൊക്കെ വേനിക്കുന്നു. കുമ്പിട്ടിട്ട് ഇങ്ങനെ കല്ലിൽ പിടിച്ച് വന്നിട്ട്. അതെന്താ വഴിയാണല്ലോ വണ്ടി അവിടെ കൊണ്ടിട്ടിട്ട് അതിൽ കൂടെ മേളിൽ കയറിട്ട് വരാം. വണ്ടി കൂടെ പോകും. ഇന്നൊരു വൈബായിട്ടുണ്ട് ഹെയർ ബാൻഡ് ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഞങ്ങൾ ഈ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ വേറൊന്നുമല്ല കേട്ടോ. ഇതിൻ്റെ ഈ നേരെ ഞങ്ങൾ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡാമാണ്. അപ്പോൾ അതിൻ്റെ മേലെ പോയ അവിടെ കുറേ എന്തൊക്കെ കാണാനുണ്ടെന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ അങ്ങോട്ട് പോകണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കാറും കൊണ്ട് അങ്ങോട്ട് പോകുന്നോ ഇവിടെ നിന്ന് ഇങ്ങനെ നടന്നു പോകണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് അതിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ കേട്ടോ. ഫൈനലി ഞങ്ങൾ അവിടേക്ക് കാറും കൊണ്ട് പോയിട്ട് അവിടെ കാറ് നിർത്തിയിട്ട് അതിൻ്റെ മേലോട്ട് പോവുകയാണ് കേട്ടോ. ഓ ഇവിടെ അടിപൊളിയാണല്ലോ. നേരത്തെ ഇങ്ങോട്ട് വന്നാൽ മതിയായിരുന്നു. അതെ, നേരത്തെ തന്നെ ഇങ്ങോട്ട് വന്നാൽ മതിയായിരുന്നു എന്ന് പിന്നീട് തോന്നിട്ടോ. അവിടത്തേനെങ്കാട്ടിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട്. വീഡിയോയിൽ കാണാനെങ്കാട്ടിൽ ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നേരിട്ട് കാണാൻ വേണ്ടി അത് മൊത്തം വെള്ളമാണ്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ ചെറുതായിട്ട് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേച്ചി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കുടയും കൊണ്ട് പോയതാണ്. പക്ഷെ നല്ലൊരു കാറ്റ് വന്നപ്പോൾ കുട ഒടിഞ്ഞു പോയി. അതുകൊണ്ട് വരുന്ന രംഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല വെള്ളട്ട് കാണുമ്പോ ചാടാൻ തോന്നുന്നു. ചേച്ചി ചാടിക്കോ? ചാടിയാലോ? ഷെൻസ് ചാടട്ടെ? ചാടട്ടെ. റോങ് ആൻസർ. ചേച്ചി കളിക്ക്. അടടാ മഴടാ മഴടാ. ചേച്ചി കളിക്ക്. മോളിലേക്ക് മാങ്ങവറി, താഴേക്ക് ചെളികുത്ത്. മാങ്ങവറി ചെളികുത്ത്. ഇങ്ങോട്ട് നോക്കി നിൽക്കൂ. ഞാൻ അങ്ങോട്ട് വരണ്ടേ? ആ നോർത്ത്. Do you hear that? My sanity about to break while everyone I know's out. On a trip, on a boat, on a lake. I'm tired of feeling all FOMO. Babe, I don't even care if we stay home. Put our to-do list on ice. Crank the AC to 79 and make a little island right here. And there ain't a palm tree in sight, but there's not a cloud in your blue eyes. If we need a drink, I'll be the bartender. I got a fifth of Patron and a blender. Baby, slipping on a swimsuit is overrated. We don't need a beach to get a half naked. Life's too short, let's not waste it. Cause paradise is wherever we make it. Paradise is wherever we make it. Till the sun's up Monday, we'll tell our phone. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടോ. നല്ലൊരു ദിവസമായിരുന്നു. കുറേ ചിരിച്ച് കളിച്ച് നല്ല രസമായിരുന്നു. നല്ലൊരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു കേട്ടോ. ശരിക്കും നമുക്കൊരു 1 hour റണ്ണിങ് ഉണ്ട് കേട്ടോ ഈ ഒരു വാട്ടർഫോൾസിക്ക്. ശരിക്കും വാട്ടർഫോൾസ് കാണാത്തതിൻ്റെ വിഷമം നല്ലോണം ഉണ്ട്. കാരണം ഞങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ നല്ല അടിപൊളി ആംബിയൻസ് ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ. പക്ഷെ നമുക്ക് മിസ്സായി. സാരമില്ല, എന്തായാലും നമ്മൾക്ക് ഈ ഒരു ഡേ വെറുതെ ആയില്ല. നമ്മൾ മാക്സിമം അടിച്ചു പൊളിച്ചിട്ടുണ്ട് കേട്ടോ. They know I got the sauce, got the presence on me, I can't ever take it off. That's why I came, country boy stepping, yeah, I'm country boy stepping. Country boy stepping, yeah, I'm country boy stepping. Yeah, they can't get like me, rockin' boots and white. അപ്പോൾ എത്ര ഉള്ളൂ ഇന്നത്തെ ട്രാവലിൻ്റെ വിശേഷം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം.